നിങ്ങൾക്ക് തോന്നും ഇത് എന്തിയ കുപ്പിയെല്ലാം കൈമടിച്ചിട്ട് നിൽക്കുന്നേന്ന് തോന്നും. ഞാനൊരു 15 ദിവസം മുമ്പേ റൂബിക്കനെ ഉപ്പിലിട്ട് വെച്ചിന്. അതിന് ഞാൻ ഇന്ന് എടുത്തു നോക്കി. അപ്പോഴേക്കിതാ നല്ല പാങ്ങായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. എന്തൊരു പാങ്ങ് ഉപ്പെല്ലാം കുടിച്ചിട്ട്. റൂബിക്കാന്ന് തന്നെ തോന്നുന്നേയില്ല, ചെറുതായി എല്ലാം. ഉപ്പ് കുടിക്കുമ്പോ എന്തും ചെറുതാവും. നമ്മ ഏതൊന്ന് ഉപ്പിലിടുമ്പോഴും ഒന്നുകിൽ കുപ്പിയിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ മറ്റേ ഭരണിയിൽ ഇടണം. ഏതും പ്ലാസ്റ്റിക്കിൽ ഇടാൻ പാടില്ല. അലുമിനിയിൽ ഇട്ടാലും പൊട്ടാവും. നമുക്ക് ഇങ്ങനെ ഇട്ടെങ്കിൽ എന്തും ആകുകയും ചെയ്യില്ല. എത്ര കളറും വ്യത്യാസമൊന്നും വന്നില്ല. പ്ലാസ്റ്റിക്കിൽ ഇട്ടാലും ഒരു കളർ മങ്ങിപ്പോന്നു. വിനാഗിരി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടായി പോകാനും മതി പ്ലാസ്റ്റിക്കിൽ ഇട്ടാല്. ഇത് എത്ര കാലം ഇട്ടാലും ഒന്നും ആയില്ല. നമുക്കിന്ന് റൂബിക്ക ഉപ്പിലിട്ടേനെ ചമ്മന്തി ആക്കാം. ചമ്മന്തിക്ക് വേണ്ട ചേരുവയെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. റൂബിക്ക ചമ്മന്തിക്ക് വേണ്ടുന്ന ചേരുവയെല്ലാം: റൂബിക്ക, ഉപ്പ്, ചെറിയ നീരുള്ളി, കരിയാമ്പല, കാന്താരിമുളക്, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ. ഇത്രയും സാധനം കൊണ്ടുപോയി ഞാൻ കടഞ്ഞിട്ട് വരുന്നു. ഇത് തേങ്ങ ഇട്ടു, ചെറിയ നീരുള്ളി, പച്ചമുളക് മണത്തിന് വേണ്ടിയിട്ട് ഒന്നേ കൂട്ടിന്. ഇത് എരിവിന് വേണ്ടിയിട്ട് കാന്താരിമുളക്. ഇത് ഇഞ്ചി. ഇത് കരിയാമ്പലം ഒടുക്കേ ഇടുന്നു, ഇപ്പോഴും ഇട്ടൂടാ. റൂബിക്ക ഉപ്പിലിട്ടോണ്ട് ഉപ്പ് അത്രേ വേണ്ടു, അധികമായി പോയാലോ. റൂബിക്ക ഉപ്പിലിട്ടത് 5 വേണ്ടു. കുഞ്ഞാറ്റ ഉണ്ടെങ്കിൽ തിന്നട്ടു. ഇത് പുളിച്ചിട്ട് ഞാൻ തിന്നലൊന്നുമില്ല. ഇനി കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കടിയുന്നു. അരക്കെന്ന് അറിയില്ല, അമ്മിക്കല്ലില് കട്ടക്കല്ലില് കടിയെന്ന് അറിയണം. ഞങ്ങളെ കാസർഗോഡ് ഭാഷ എല്ലാവർക്കും അറിയാമോ? ഞങ്ങൾക്ക് ഇങ്ങനെ അറിയുന്നു. ഞങ്ങൾ അധികം റൂബിക്ക ചമ്മന്തി ആക്കലുണ്ട്. ഇപ്പൊ കുറെ ആയി ആക്കാതെ. റൂബിക്ക ഇപ്പൊ പഴുത്തതേ ഇല്ല. റൂബിക്ക ചമ്മന്തി അരക്കുമ്പോ നല്ലോണം അരച്ചൂടാ. അപ്പൊ ഇതിന്റെ കുരുവെല്ലാം പറ്റ അരിഞ്ഞിട്ടതാവും. കുറച്ച് കടിഞ്ഞേ കൂടും. ഏകദേശം ആയി ഇത്. ഇത് കുറച്ച് മൊതിയുമ്പോ ഇതിൽ കരിയാമ്പലം ഇടണം. നന്ന മൂത്തൂട, അണ്ടിക്കരിയാമ്പലാണ്. കരിയാമ്പലം ഇപ്പൊ ഇട്ടിട്ട് നല്ല പാങ്ങില് മൊതിഞ്ഞു. അപ്പൊ നല്ല മണാലും വരുന്നുണ്ട് അതിന് ബാറ്റുന്നു. ഇനി അധികം വെള്ളമൊന്നും ആയിക്കൂടാ, നല്ല മുണ്ട വേണം. റൂബിക്ക ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കല്. റൂബിക്ക ചമ്മന്തി റെഡിയായി. ഇന്നത്തെ റൂബിക്ക ഉപ്പിലിട്ട ചമ്മന്തി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും തോന്നുന്നു. നിങ്ങൾ എവിടെന്നെങ്കിൽ റൂബിക്ക കിട്ടിയെങ്കിൽ ഇതുപോലെ ഉപ്പിലിട്ടിട്ട് ചമ്മന്തി അരച്ചിട്ട് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം.